ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞമ്മക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും എനിക്ക് പഴംപൊരിയുടെ ബിസിനസ് ഉണ്ടോയെന്നല്ലേ. സത്യം പറഞ്ഞാൽ ബിസിനസ്സൊക്കെ ആക്കിയാൽ നല്ല ലാഭം ഉണ്ടാവേനി. ദിവസം പഴംപൊരി ഉണ്ടാക്കുന്ന പണിയാണല്ലേ. അപ്പം ഞമ്മക്ക് അതാണ് കേട്ടോ എളുപ്പം പഴംപൊരി. അപ്പം നമ്മളിതിൽ എന്നത്തെ പോലെ തന്നെ ഇന്നും സാധനങ്ങളൊക്കെ ഇട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇങ്ങനെ അങ്ങോട്ട് കുഴച്ചാലാണ് മക്കളെ നമ്മൾ പഴംപൊരി നന്നാവുള്ളൂ കേട്ടോ. ഈ ഒരു പാട്ടൊക്കെയാണ് ഞാൻ മൈദ എടുത്തത് കേട്ടോ. പിന്നെ ഇതിന് രണ്ട് കയ്യിൽ കടലപ്പരിപ്പ്, ഒരു കയ്യിൽ നമ്മളെ പത്തിരിപ്പൊടി, പിന്നെ 2 കയ്യിൽ പഞ്ചസാര, പിന്നെന്താണ് കുറച്ച് കരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. ഉള്ള സാധനമല്ല അപ്പം അങ്ങോട്ട് ഇടാന്നങ്ങോട്ട് വിചാരിച്ച്. പിന്നെന്താട്ട് നമ്മളെ ഏലക്കായ ഇട്ടിട്ടുണ്ട്, ഒരു നുള്ള ഏലക്കായൻ്റെ പൊടി. അല്ല ഇതുപോലെ ആവണം കേട്ടോ. നമ്മളെ പഴംപൊരിൻ്റെ കുറച്ചും കൂടെ ലൂസാക്കണമെങ്കിൽ ആക്കാം, ആക്കണ്ടെങ്കിൽ ആക്കണ്ട. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളെ വി ഫാമിലിയിൽ ഒരു മീറ്റപ്പ് ഉണ്ട് കേട്ടോ. നമ്മളിവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്നതാണ്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. കാണുന്നവരൊക്കെ ആകെ 10-50 ആളല്ലേ. അതന്നെ എന്നും കാണുന്നവരെന്നാണോന്നൊന്നും അറിയില്ല കേട്ടോ നമ്മൾ വീഡിയോ കാണുന്നത്. അപ്പോൾ നമ്മൾ പഴംപൊരിക്ക് മാവ് ഇങ്ങനെ ആക്കണം, എന്നാലാണ് നമ്മൾ പഴംപൊരി നന്നാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പഴമൊക്കെ പൊരിക്കുമ്പോൾ വരാം. ഇന്നിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നും കാണിക്കുന്നൊന്നുമില്ല, എന്നും ഇപ്പോൾ കാണിക്കലൊന്നുമില്ല. പിന്നെ നമ്മളൊരു നുള്ള് മഞ്ഞൾപ്പൊടി, ഏലക്കായി, ഒരു നുള്ള് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ നല്ലോണം കുഴച്ചാലാണ് നമ്മൾ പഴംപൊരിയൊക്കെ നല്ലോണം അങ്ങോട്ട് പൊന്തി വരുള്ളൂ കേട്ടോ. കണ്ട ഈ രൂപത്തിൽ ആവണം കേട്ടോ, ഈ ടൈറ്റിൽ. ഇംഗ്ലീഷിൽ എന്തോന്ന് പറയും, തിക്ക് എന്നൊക്കെ പറയും. നമ്മളങ്ങനൊന്നും പറഞ്ഞ് തിക്കും തിരക്കുന്നൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മളിതാ നല്ല ടൈറ്റിൽ ഇങ്ങനെ കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. പിന്നെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കും. എല്ലാവരും ഒന്നും കാണിക്കാൻ പറ്റൂല, ആരും കാണിക്കാൻ പറ്റൂല കേട്ടോ. ഒന്നും അവിടെ ഉള്ളവർക്ക് പറ്റൂല. നമുക്ക് ആരും സപ്പോർട്ടില്ല, വീട്ടുകാരെന്നെ സപ്പോർട്ടില്ല കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെ നമ്മളെ വീഡിയോ ഇങ്ങനെ പോകുന്നത്. എന്തായാലും വേണ്ടില്ല, നമ്മളെ സന്തോഷം ഇതാണ്. വീഡിയോ ഇടൽ തന്നെയാണ് നമ്മളെ സന്തോഷവും മനസ്സിന് സമാധാനവും. ഇതൊക്കെ ഉള്ളു നമ്മളെ ജീവിതം. നമ്മളെ ജീവിതം ഇതിൽ സന്തോഷിച്ച് നടക്കുക തന്നെ. അപ്പം വരട്ടോ നമ്മൾ. അങ്ങനെ പഴമൊക്കെ നല്ലോണം ചെറുതാക്കി മുറിച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതാക്കി എന്ന് പറഞ്ഞാൽ ഈ പഴത്തിന് തീരെ വണ്ണമില്ല കേട്ടോ. അപ്പം ഞാൻ നടു മുറിച്ചിട്ട് 2 ചീന്താക്കണേ, 2-3 ചീന്താക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര കട്ടിയായാൽ നമ്മളെ പഴംപൊരിക്ക് രസം ഉണ്ടാവില്ല. പിന്നെ ഇത് ചെറിയൊരു പഴമാണ്, അപ്പോൾ പിന്നെ ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ഈ ഒരു പഴം ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഓരോന്നൊക്കെ അല്ലേ എടുക്കുള്ളൂ. നമ്മൾ ചെറുതാക്കി ഉണ്ടാക്കി എല്ലാവർക്കും അങ്ങോട്ട് ഒക്കുമല്ലോ അല്ലേ. അപ്പം നമ്മളെ പരിപാടിക്ക് വേറെ ആൾക്കാർ പഴംപൊരി കൊണ്ടുവന്നിട്ട് ഇതിനെക്കാട്ടി നല്ല അടിപൊളി, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള പഴംപൊരിയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്കിങ്ങനെയൊക്കെ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും പഴംപൊരിക്കൊന്നും കുഴപ്പമില്ല, കാണാൻ ഭംഗിയില്ല എന്നുള്ളതിന് കേട്ടോ. അപ്പോൾ ചെറിയ പഴമാണ്, അപ്പോൾ ചെറുതാക്കി അങ്ങനെ 3 പകുതി മുറിച്ചിട്ട് ഒരു പഴം 3 കഷ്ണാക്കിക്കാണ്ട് അങ്ങനെ അങ്ങോട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴക്കഥ നല്ലോണം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മാവൊക്കെ നല്ല തിക്കാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ മാവ് കുഴച്ചാലാണ് നമ്മളെ പഴംപൊരി സൂപ്പറാവുള്ളൂ. ഇനി ഇതിൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല, പല ദിവസം പല കോലത്തിലാണ്. അപ്പോൾ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓയിലൊക്കെ. അപ്പോൾ നമുക്ക് പൊരിക്കാം. പിന്നെ അതാ പഴംപൊരി പൊതിയാൻ നല്ല വാഴൻ്റെ ഇലയൊക്കെ നല്ല വെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 പഴം കൂടെ ഉണ്ട് കേട്ടോ. മാവ് ഉണ്ടെങ്കിൽ നമുക്കതും പൊരിക്കണം. ഇൻഷാ അല്ലാഹ് പൊരിച്ചിട്ട് വരാം കേട്ടോ. നമ്മൾ പഴംപൊരി
പൊരിക്കാൻ അങ്ങോട്ട് നിൽക്കുമ്പോഴുണ്ട് നമ്മൾ ഉമ്മച്ചി വിളിക്കുന്നുണ്ട്. ഉമ്മച്ചിക്ക് എവിടേക്കെങ്കിലും പോവാണ്ടെങ്കിൽ ഭയങ്കര ബേജാറാണ് കേട്ടോ. എൻ്റെ മോപ്പ് കുറച്ച് മുന്നേ വിളിച്ചതാണ്. അതിൻ്റെ മുൻ ഫസ്റ്റ് വിളിച്ചിട്ട് ഞാൻ എടുത്തിട്ടില്ലേനി, ഞാൻ അറിഞ്ഞിട്ടില്ലേനി. പിന്നെ ഉമ്മച്ചി വിളിച്ചപ്പോൾ ഞാൻ വേഗം എടുത്ത് സംസാരിച്ചൊക്കെ വെച്ചതാണ്. വീണ്ടും ഉണ്ട് വിളിക്കുന്നത്. നേരത്തെ വിളിച്ചതൊന്നും ഓർമ്മയില്ല എന്നാണ് കേട്ടോ തോന്നുന്നത്. അപ്പം അതേമാതിരി തന്നെ അതന്നെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഉമ്മച്ചി നിങ്ങൾ വിളിച്ചതല്ലേ. പിന്നെ അല്ല ഇജ്ജ് നേരത്തെ വിളിച്ചിട്ട് എടുത്തിയില്ല. ഞാൻ പറഞ്ഞു നമ്മൾ നേരത്തെ നിങ്ങൾ എടുത്തിട്ടില്ല, പിന്നെ വിളിച്ചപ്പോൾ ഞാൻ എടുത്ത്. അതൊന്നും നമ്മളെ ഉമ്മച്ചിക്ക് ഓർമ്മയില്ല ഗൈസ്. പിന്നെ എന്തൊക്കെയാണ് മക്കൾ, ഇതുണ്ട് നമ്മളെ പഴം പൊരി. അപ്പോൾ ഇതാ മക്കളെ നമ്മളെ പഴംപൊരിയൊക്കെ ഏകദേശം പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി വന്നൊരു 3 പഴം ഉണ്ടല്ലോ, അതും പൊരിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് മാവൊക്കെ ബാക്കിയുണ്ടേനി. അപ്പം പിന്നെ അത് അവിടെ ബാക്കിയാക്കിയില്ല. അല്ലെങ്കിൽ പിന്നെ ആ മാവ് നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ച് കണ്ട് ഇങ്ങനെ കേടാവാന്നല്ലാണ്ട്. അങ്ങനെ ഇതാ നമ്മളെ പഴംപൊരിയൊക്കെ ഫുള്ളായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ലാസ്റ്റ് ഞാനൊരു പഴത്തിൻ്റെ കഷ്ണം ബാക്കി വെച്ച് ലേശം മാവ് ബാക്കി ഉണ്ടേനി കേട്ടോ. അതുകൊണ്ട് ഒരു വലിയൊരു ഉണ്ട പഴംപൊരി അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പല മോഡലിലായിട്ടുണ്ട് കേട്ടോ, പല കോലത്തിലും മോഡലിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് തന്നെ മാറ്റി വെച്ച്, അത് നമുക്ക് കട്ടൻ ചായക്കൊക്കെ നല്ല രസമാണല്ലേ. ചിലരൊക്കെ മാവ് മാത്രം ആക്കും. ഞാൻ പിന്നെ ഒരു പഴം അവിടെ മാറ്റി വെക്കും കേട്ടോ. മാവ് ഉണ്ടെങ്കിൽ ഒന്നായിട്ട് ആ മാവ് ആ പഴത്തിലേക്കാണ്ട് ഒഴിച്ചാണ്ട് കൊടുത്താൽ പിന്നെ എന്താണ് നമുക്ക് അത് തിന്നുമ്പോൾ ഒരു പഴത്തിൻ്റെ കടിക്കുമ്പോൾ നല്ല രസമാണല്ലോ. അങ്ങനെ നമ്മളിതാ പഴംപൊരിയൊക്കെ നല്ലോണം കവറിൽ സെറ്റാക്കി, വാഴൻ്റെ ഇലയിൽ, കവറിലല്ല കേട്ടോ, വാഴൻ്റെ ഇലയിൽ പൊതിയാൻ കഴിയാത്തതുകൊണ്ട് ഞാനൊരു പാത്രത്തിൽ അങ്ങോട്ട് വെച്ച് നല്ലോണം സെറ്റാക്കി നമ്മളിതാ പോവാണ്. അപ്പോൾ അണ്ടിക്കോട് വരെ മോനെ വണ്ടിമേലാക്കുകയാണ്. പിന്നെ അവിടുന്ന് ഓന് ബസ്സിന് പോകും. പിന്നെ വേറൊരു സ്ഥലമുണ്ട്, കണ്ടംകുളങ്ങര എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, അവിടുന്ന് ഓനെ നമ്മൾ കയറ്റിട്ടോ. അപ്പോൾ ഓൻ്റെ ബസ്സിൻ്റെ അതേ ലെവലിലാണ് കേട്ടോ നമ്മൾ പോവുള്ളൂ. അങ്ങനെ നമ്മൾ വെങ്ങാലിയിലൊക്കെ എത്തി ചോറൊക്കെ തിന്ന് ഞാനും ഉമ്മച്ചിയും മൂത്തച്ഛനൊക്കെ ഒരു വണ്ടിയിലും പോയി. വാപ്പച്ചിയും സംസുഖയും വണ്ടിയിൽ പോയിട്ടോ. വാപ്പച്ചിനെയും കൂട്ടി സംസുഖ പോയി. അങ്ങനെ ഞങ്ങൾ അമ്മായിൻ്റെ വീട്ടിലൊക്കെ എത്തി. അവിടെ നല്ല പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പാട്ടും ഒപ്പനും എല്ലാ ഇതിലും നമ്മളും ഉണ്ടായിന് കേട്ടോ. അപ്പോൾ പാട്ടൊക്കെ പാടാൻ നമ്മളൊരു മുത്തച്ഛി നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മൂളിയൊക്കെ ചെയ്ത്, നമുക്കും വേണമല്ലോ സമ്മാനം. അപ്പം നമുക്ക് സമ്മാനം കിട്ടാൻ വേണ്ടി കണ്ട് നമ്മളും മൂളി. പാട്ടറിയാതെ മൂളിയ മുത്തച്ഛിയുണ്ട്, പാട്ടറിയാതെ പാടി ഞാനും ഉണ്ട്. അങ്ങനെ നമുക്ക് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ അളാപ്പന്മാരെ മക്കളും എല്ലാവരും, അമ്മായികളെ മക്കളും എല്ലാവരും കൂടെ ഇതാ പലഹാരമൊക്കെ മുറിച്ച് സെറ്റാക്കുന്നുണ്ട്. നല്ല എരിവുള്ളതും മധുരമുള്ളതും പഴംപൊരി. നല്ല അടിപൊളി പഴംപൊരി എന്ന് ഞാൻ പറഞ്ഞത് ഇതാണ് കേട്ടോ. ഇതിൻ്റെ അടിപൊളിയാത്ത പഴംപൊരി ഈ പാത്രത്തിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഏത് അടിപൊളിഞ്ഞതാണെങ്കിലും അടിപൊളിയാത്താണെങ്കിലും എല്ലാം വടിച്ച് തോത്തിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ രാത്രിയായപ്പോൾ നല്ല പൊറാട്ടയും പൂളിയും മീൻ മുളകിട്ടവും സാമ്പാറും ചോറും നല്ല കടുമാങ്ങ ഒക്കെ ഉണ്ടായിന് കേട്ടോ. അതൊക്കെ കൂട്ടി പള്ളം നിറച്ചും പിന്നെ കുറച്ചും അതൊക്കെ വടിച്ച് തോത്തിയിട്ടാണ്
നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുള്ളൂ. അങ്ങനെ ഇനി ഇൻഷാ അള്ളാ അടുത്ത പ്രാവശ്യത്തെ പരിപാടി ഒരു എളാപ്പൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. നമ്മളെ തറവാട്ട് വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് എളാപ്പൻ്റെ വീട്. അപ്പോൾ അവിടെയാണ് കേട്ടോ. ഇനി എന്തായാലും ഒരു മാസം, അടുത്ത മാസം എല്ലാ മാസവും ഇങ്ങനെ ഉണ്ടാവും ഇൻഷാ അള്ളാ. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യം ആഫിയത്തും ഉണ്ടാവട്ടെ. ഈ സ്നേഹം എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.